ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് പുത്തൻതോപ്പിൽ SBI ബാങ്കിൻ്റെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള പള്ളിയിലാണ്. കാരണം ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ പള്ളിയുടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ വനിതാ സെക്ഷൻ നടക്കുകയാണ്. അപ്പം അവിടെയാണ് നിൽക്കുന്നത്. ഇപ്പം സംസാരിക്കുന്നത് നമ്മുടെ ജില്ലാ കളക്ടറാണ്. ഇവിടെ ജില്ലാ കളക്ടർ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു. ഇതാണ് നമ്മുടെ ജില്ലാ കളക്ടർ. അടുത്തൊക്കെ കുറേ പേര് ഇരിപ്പുണ്ട്. നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഉള്ളതാണ് ജില്ലാ കളക്ടർ. ഇത് രണ്ടാമത്തെ വനിതാ ജംഗ്ഷൻ പ്രോഗ്രാമാണ്. ഇത് സെക്കൻഡ് ആണ്. ഫസ്റ്റ് ഒരെണ്ണം നടത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ജനങ്ങളൊക്കെ ഇപ്പോഴത്തെ ജനങ്ങൾ വെറും കുറച്ചേ ഉള്ളൂ. അപ്പം കുറച്ചേ ഉള്ളൂ. അപ്പം ഇന്നലെ കൊണ്ട് ധർമ്മസേനകളൊക്കെ ഉണ്ട്. പിന്നെ ഇയാളെ കാണിക്കണ്ടത് പിന്നെ ഇത് നമ്മുടെ രാജി ആന്റി. ഹായ് ഗൈസ്, അപ്പം ഇത് 13ാം വാർഡിൽ വർക്ക് ചെയ്യണ സുനിത ആന്റി. മാസ്ക് ഒക്കെ വെക്കൂ. എല്ലാവരെയും കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ എന്തൊരു ഡാൻസ് ഉണ്ട്, നാടകമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. കൊണ്ടുപോകുന്നത് നമ്മുടെ കുടുംബത്തിന് എന്താണ് ആഗ്രഹം? ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ കാര്യം, വീട്ടിൽ എന്തെങ്കിലും ഇതാണ് പള്ളി. ആർക്കെങ്കിലും നല്ല ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടെങ്കിൽ, പക്ഷേ നമ്മുടെ കുട്ടികളിനെ ഇല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, ഇത്ര വനിതകൾ ശരിക്കും ആ റെസിപ്പി വീട്ടിലുണ്ടാക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ കുറവായിരിക്കും, അല്ലേ? നമുക്ക് ഇഷ്ടമാണ്, എന്നാൽ പോലും നമ്മുടെ കുടുംബത്തിന് ഇഷ്ടമല്ല. അതുപോലെ തന്നെ എല്ലാ ഫീൽഡ്സിൽ നമ്മുടെ ലൈഫ്, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു നിസ്വാർത്ഥമായ ഒരു പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നതൊക്കെയാണ്. ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ പിന്നീട് മറന്നു പോകാറുണ്ട്. റെഗുലറായിട്ട് എക്സർസൈസ് എന്തോ പരിപാടിയൊക്കെ ഡെയിലി ബേസിസിൽ ചെയ്യാറുണ്ടോ? എന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? എക്സർസൈസ്, വേറെ എന്തെങ്കിലും യോഗ, വേറെ എന്തെങ്കിലും ഇത്ര വനിതകൾ ചെയ്യാറുണ്ടോ? സൂപ്പർ. ഓക്കെ, ഡെയിലി ബേസിസിൽ എത്ര ചെയ്യാറുണ്ടോ? എന്റെ കൈ എന്നൊക്കെയോ? കൈ അടിയൊക്കെ ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മുടെ വീട്ടിനെ സൂക്ഷിക്കാറുണ്ട്. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെയാണ്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ നമ്മുടെ റോഡ്സ്, പബ്ലിക് പ്ലേസസ് അതൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനുള്ള, ക്ലീൻ വെക്കാനുള്ള ചുമതല നമ്മുടെ ചേച്ചിമാർ വഹിക്കുന്നുണ്ട്. ആൻഡ് വളരെ മികച്ച രീതിയായിട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് ചാലഞ്ചസ് ഒക്കെ ഉണ്ട്, എന്നാൽ പോലും ആ ചാലഞ്ചസ് മാറ്റി വെച്ചിട്ട് വളരെ മികച്ച രീതിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സോ ഓൾ ദ ചേച്ചീസ്, a big thanks to you. You are doing a huge wonderful job to the society. And നമ്മൾ എല്ലാവരും ചേച്ചിമാരിനെ സഹായിക്കുമെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? ഒരു ജസ്റ്റ് സിമ്പിൾ ഒരു ചെറിയ കാര്യം, നമ്മുടെ വീടുള്ള വേസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് വെറ്റ് വേസ്റ്റ്, ഡ്രൈ വേസ്റ്റ് രണ്ട് രീതിയായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമെങ്കിൽ നമ്മുടെ ചേച്ചിമാരിനെ, അത് ചേച്ചിമാരിനെ സഹായം നമുക്ക് സഹായിക്കുന്നുണ്ട്. നമുക്കത് വേസ്റ്റ് പ്രോപ്പർ ചെയ്യില്ലെങ്കിൽ അത് നമ്മുടെ ഇത്രയും മനോഹരമായ സംസ്ഥാനത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മുടെ കടലത്തിൽ, നമ്മുടെ കുളത്തിൽ, നമ്മുടെ കായൽ, നദികളൊക്കെ ആ വേസ്റ്റ് പോവും. നമ്മുടെ നാടിനെ തന്നെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഓൾറെഡി സെലിബ്രേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. I am pretty sure that you all are very excited for that. എല്ലാ ചേച്ചിമാരിനെ, എല്ലാ ആൾക്കാരിനെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ നൽകിയിട്ട് ഇന്നത്തെ പരിപാടി ഔപചാരികമായിട്ട് ഞാൻ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.
വളരെ ഹൃദയപൂർവ്വം കടന്നകുളം ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുകയാണ് മാഡം. താങ്ക്സ് ലോഡ്. എത്ര പറഞ്ഞാലും മതിയാവില്ല ഈ മഹനീയ സാന്നിധ്യം നമുക്ക് തന്ന ഈ സ്നേഹവും ബഹുമാനവും ഏറെക്കാലം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും കടന്നകുളം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന വളരെ മഹത്തരമായ ജോലി തന്നെയാണ് നിർവഹിക്കുന്നത്. 47 ഹരിതകർമ്മസേന അംഗങ്ങളാണ് നമുക്കുള്ളത്. എല്ലാ വാർഡുകളിലും കൃത്യമായി തന്നെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ മേഡം പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് സ്വന്തം വീട് വൃത്തിയാക്കുന്നത് പോലെ വീട്ടിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക്കുകൾ തരംതിരിച്ച് തന്നെ മേഡം പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. തരംതിരിച്ച് തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ഹരിതകർമ്മസേനാംഗങ്ങളെ ബഹുമാനത്തോടു കൂടി തന്നെ ആ കർത്തവ്യം ഏൽപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ മുഖത്ത് നിന്ന് നമുക്കത് കേട്ടു. വളരെ സന്തോഷം വേണം. അറിയിക്കുന്നതിനായി മുഖ്യാതിഥിയായ ശ്രീമതി തസ്നീം PS മാഡം ജില്ലാ വനിതാ ശിശു വികസന ഓഫീസറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.